ഹേ ഗൈസ്, അപ്പോൾ കൂത്താണ്ട പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഇതായിരുന്നു കേട്ടോ നമ്മുടെ വേല കോസ്റ്റ്യൂം. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ പോയി കുറച്ച് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പഞ്ചാരമേളം കാണാം. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ വെച്ചത് ഇതിനായിരുന്നു കേട്ടോ നമ്മുടെ ശിങ്കാരിമേളത്തിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുക. സാധാരണ എല്ലാ വർഷവും ബാൻഡ് സെറ്റാണ് വരാറ്, പക്ഷേ ഇപ്രാവശ്യം ശിങ്കാരിമേളവും കൂടെ തെയ്യരൂപം കൂടെ ആയപ്പോൾ നല്ലൊരു വെറൈറ്റി. സാധാരണ വേലാപൂരങ്ങളൊക്കെ കണ്ടു നിൽക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും ആ ശിങ്കാരിമേളത്തിൻ്റെ കൂടെയൊക്കെ പോയി ഒന്ന് ഡാൻസ് കളിക്കണം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അത് സാധിക്കാറില്ല. പക്ഷേ ഇത്തവണ നമുക്ക് നമ്മുടെ ഏട്ടന്മാരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ശിങ്കാരിമേളത്തിലൂടെ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ചെറിയ കുട്ടികളും അവരുടേതായ രീതിക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യേണ്ടായിരുന്നു. പലതരം വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ട് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു ഉഗ്രം പഞ്ചാരമേളമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ തിക്കി തിരക്കി പോകുന്നത് വെടിക്കെട്ടാണ്. വെടിക്കെട്ടിനെ പറ്റി പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളി. ഇത്തവണ വേലയ്ക്ക് ബാലയില്ലാത്തതിനാൽ ഗ്രൗണ്ടിൽ കുറച്ച് തിരക്ക് കമ്മിയായിരുന്നു. ആൾക്കാർ ഒരുപാട് വേസ്റ്റ് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇടുന്നുണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മുത്തശ്ശി അതിൽ കുപ്പിയൊക്കെ പെറുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വേല ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന സാർമാരെ കാണുമ്പോൾ ഒരുപാട് റെസ്പെക്ട് തോന്നുന്നുണ്ട്. ഇവരെ കിടന്നോടുന്നത് ഒരു അടീൻ്റെ ഭാഗമായിട്ടാണ് എന്താ പക്ഷെ എന്നറിയില്ല. പിന്നെ സാർമാരൊക്കെ ഒന്ന് അത് ഓക്കെ ആക്കി ഇട്ടു. അങ്ങനെ പകൽ വേല അവസാനിച്ചു, രാത്രി വേല ആരംഭിച്ചു. ആനപ്പാപ്പന്മാരൊക്കെ ആനയുടെ അടുത്തിരുന്ന് ഉറങ്ങണ്ടായി, ഒരാളതേ കാലിൻ ചൂടിലൊക്കെ കിടന്നുറങ്ങണ്ടായി. ഓരോ വേലപ്പറമ്പ് നമുക്ക് ഒത്തിരി കാഴ്ചകളാണല്ലേ സമ്മാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. നമ്മളിത് ഇരവാനെ ഇറക്കുകയാണ്. സമയം സത്യം പറഞ്ഞാൽ പുലർച്ചെ ഒരു 4 മണി 4:30 കേട്ടോ ഈ പരിപാടി നടക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഉറക്കം ഒഴിച്ച് കാത്തിരുന്ന് കാണുന്ന ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഇത്. നമ്മൾ ഇരവാനെ കമ്പത്തിലേക്ക് കയറ്റി അങ്ങനെ പകൽ വെടിക്കെട്ടും കഴിഞ്ഞു. ഇരവാനെ ഉണ്ടാക്കിയ മണ്ണ് നമ്മൾ വീടുകൾ ശേഖരിച്ച് വെക്കുമ്പോൾ നമുക്ക് വീടുകൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു വിശ്വാസം ഇവിടെയുണ്ട്. സോ അതിനെ ഒത്തിരി പേര് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത്തവണത്തെ വേല അതിഗംഭീരമായി തന്നെ നടന്നു. ഓക്കെ, താങ്ക് യു.